ഹായ് ഹലോ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുധിയെ കണ്ട് സച്ചി വരികയാണ്. സച്ചി വന്നിട്ട് പറയാണ്, നീ എന്താ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്? പോയി പ്രദക്ഷിണം ചെയ്യടാ, നിൻ്റെ അമ്മായിച്ചനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണ്ടേ, നീ പോയി ശയന പ്രദക്ഷിണം ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. ശ്രുതിയാണെങ്കിൽ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം വീട്ടിൽ പോകാം അമ്മേ എന്ന്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ പരിഹാരകർമ്മമൊന്നും കഴിഞ്ഞിട്ടില്ല, അത് മുഴുവൻ ചെയ്യണം, ഇനിയും ഉണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട് വർഷ സന്തോഷിക്കുകയാണ്. ഇനിയുമുണ്ട് ചേർത്തി, ഇനിയുമുണ്ട്, തല കീഴായി നിൽക്കണ പരിഹാരം കൂടി ഉണ്ട് എന്ന് പറയാണ്. ശ്രുതിക്കാണെങ്കിൽ തീരെ വയ്യ. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട്, അമ്മ ഇത് മതി, അത്ര മതി എന്നൊക്കെ പറയാണ്. എന്നാലും ചന്ദ്ര സമ്മതിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, ഇനി ഒരു കർമ്മം കൂടി ഉണ്ട്, അത് ചരട് കെട്ടണ ചടങ്ങാണ്, അതും കൂടി കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയാണ്. പിന്നീട് തിരുമേനി വന്നിട്ട് പറയാണ് ശ്രുതിയോട്, നിൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുമെന്ന്. അപ്പോൾ ശ്രുതി മനസ്സിൽ പറയാണ്, എൻ്റെ അച്ഛൻ ജയിലിൽ ഉണ്ടായിട്ട് വേണ്ടേ അത് പുറത്തിറങ്ങാനെന്ന് പറയാണ്, മനസ്സിൽ വിചാരിക്കുകയാണ്. തിരുമേനി ചരട് പൂജിക്കാൻ നിൽക്കുമ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ പേര് പറ എന്ന്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആലോചിച്ചിട്ടും കിട്ടുന്നില്ല, ഇനി എന്താ പറയണ്ടേ എന്ന് ആലോചിക്കുകയാണ്. അവൾക്ക് തന്നെ അറിയില്ലല്ലോ അവളച്ഛൻ്റെ പേര്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്തൊക്കെ പറയാമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ജയ എന്ന് പറയാണ്. അപ്പോൾ തിരുമേനി ചോദിക്കുന്നുണ്ട്, പെണ്ണിൻ്റെ പേരല്ലേ ജയ, പിന്നെ എങ്ങനെ നിൻ്റെ അച്ഛന് എന്താ അജയ് പെണ്ണുങ്ങളെ പേരാണോ എന്നൊക്കെ പറയാണ്. പിന്നീട് അങ്ങോട്ട് ശ്രുതി പറഞ്ഞു ജയ മോഹൻ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തിരുമേനി പറയാണ്, ഇത് പറയാൻ എന്തിനാ നീ ഇത്ര ആലോചിക്കുന്നതെന്ന്. പിന്നീട് തിരുമേനി ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ്റെ നക്ഷത്രം എന്താ എന്ന്. അപ്പോൾ തന്നെ ശ്രുതി പറയാണ് കുംഭം എന്ന്. അപ്പോൾ എല്ലാവരും ഞെട്ടിക്കൊണ്ട്, എന്താ നിൻ്റെ അച്ഛന് മലയാള മാസത്തിൻ്റെ പേരാണോ ഇട്ടുകണ് അങ്ങനെ ചോദിക്കണം. പിന്നെ ചന്ദ്രൻ ചോദിക്കുകയാണ്, നീ കുംഭത്തിലാണോ ജനിച്ചത് എന്നാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അതെ എന്നൊക്കെ പറയാണ്. എന്നിട്ട് രവി പറയാണ്, മോളെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന്. പിന്നെ ശ്രുതിയാണെങ്കിൽ ആലോചിച്ചിട്ട് പിന്നെ എങ്ങനെയെങ്കിലും ഒന്നങ്ങോട്ട് ഒപ്പിച്ച് പറഞ്ഞു ഭരണി എന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് കുംഭത്തിലെ ഭരണി എന്ന്. അപ്പോൾ അതങ്ങനെ പറഞ്ഞ് ഇനി പൂജ തുടങ്ങുകയാണ്. പൂജ കഴിഞ്ഞിട്ട് തിരുമേനി വന്നിട്ട് പറയാണ്, ഇനി മുതൽ 48 ദിവസം തറയിൽ പായ വിരിച്ചാണ് കിടക്കേണ്ടത് എന്ന്. പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞി വേണം കുടിക്കാനെന്ന് പറയാണ്. പിന്നെ കുട്ടിക്കുള്ള ഭക്ഷണം കുട്ടി തന്നെ ഉണ്ടാക്കണം, വേറെ ആരെ കൈകൊണ്ടും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. വീട്ടിൽ വന്നതിന് ശേഷം ശ്രുതി മീരയെ വിളിക്കുകയാണ്, എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, ഈ അമ്മായിമ്മയുടെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തണം, അങ്ങേരെ എങ്ങനെയെങ്കിലും മലേഷ്യയിലേക്ക് പറഞ്ഞയക്കണം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എനിക്കും പോവാലോ എന്ന് പറയാണ്. പിന്നീട് ശ്രുതിയോട് പറയാണ്, എനിക്ക് തീരെ വയ്യ, എൻ്റെ ശരീരമൊക്കെ വേദനിച്ചിട്ട് വയ്യ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതിയുടെ കൈയും കാലൊക്കെ തടവി മസാജ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ചന്ദ്ര വരികയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയാണ്, 48 ദിവസം നീ ഇവളുടെ അടുത്തേക്ക് പോലും വരാൻ പാടില്ല, നീ പുറത്തു പോടാ എന്ന് ദേഷ്യത്തോടെ പറയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അവൾ എൻ്റെ ഭാര്യയല്ലേ എന്ന്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതൊക്കെ 48 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന്. ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് പറയുന്നത് ദേഷ്യത്തോടെ, നിന്നോടും കൂടിയാണ് പറയുന്നത്, വ്രതം തെറ്റിച്ച അപ്പം കാണിച്ചു തരാമെന്ന് പറയാണ്. രേവതിയുടെ അടുത്തേക്ക് വർഷ വരികയാണ്. വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇന്ന് ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് ആക്കാമെന്ന്, എനിക്ക് നല്ല നാടൻ ചിക്കൻ കറി കഴിക്കണമെന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെന്താ, അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാമല്ലോ, സച്ചേട്ടനോട് വിളിച്ച് പറയാം ചിക്കൻ കൊണ്ടുവരാൻ, അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് പറയാണ്. ചന്ദ്ര പറയാണ്, ഇതെങ്ങനെ പറ്റുക, വീട്ടിൽ ഒരാൾ വ്രതം എടുത്ത് ഇരിക്കുമ്പോൾ വേറുള്ളവർ ഭക്ഷണം കഴിക്കാൻ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയാണ്. ഇനി ഉണ്ടാക്കി കഴിക്കാനും പാടില്ല, ഇനി ഭക്ഷണം അത് പുറത്ത് പോയി കഴിക്കാനും പാടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, എല്ലാവർക്കും വർത്താനം പറഞ്ഞിരുന്നാൽ മതി, സംസാരിച്ചു കൊണ്ടിരുന്നാൽ വയറും നിറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പോയി കിടന്നുറങ്ങാം എന്ന് പറയാണ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ പുറത്തു നിന്നുള്ള ഭക്ഷണം വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ ശ്രുതിയോട് ചന്ദ്ര പറയാണ്, ശ്രുതി നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയാണ്. അപ്പോൾ പിന്നീട് ഇതൊക്കെ കേട്ട് എന്താ പറയുക, രേവതിയുടെ മനസ്സലിഞ്ഞ് ഞാൻ ശ്രുതിയെ പോയി ഒന്ന് സഹായിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, മോളെ ഇന്ന് നീ ലീവ് എടുക്കുക, അവർ ചെയ്യട്ടെ, നിനക്കൊന്ന് റെസ്റ്റ് വേണ്ടേ, അവരൊന്ന് ചെയ്യട്ടെ എന്നൊക്കെ പറയാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്